ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒന്ന് സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മളിൽ പരിശുദ്ധാത്മ ജ്ഞാനസ്നാനത്തിലൂടെയും സൈരലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് അനുദിനം ചെയ്തികൾ, പ്രവർത്തനങ്ങൾ മൂലം പലപ്പോഴും നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിർജീവമായി കിടക്കുകയാണ്. ഈ സമയം നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച്, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പാടി ആരാധിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോൾ വിളിച്ചാലും ചങ്ക് പൊട്ടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, നിങ്ങൾ സഹായത്തിനൊരു വിളിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. കാരണം എന്ന് പറയുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് യേശു പരിശുദ്ധാത്മാവിൻ്റെ, നമ്മൾ പ്രത്യേകിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് ഈ വചനം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ സമയം കുറച്ച് കഴിഞ്ഞ് നമ്മൾ പാടാൻ പോകുന്ന ഒരു പാട്ടാണ്. ഞങ്ങളൊരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് ധ്യാനത്തിൻ്റെ ഒരു ഉച്ചയാകുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സുകളിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട്, ഒരു കൈയൊക്കെ അടിച്ച് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന ഒരു പാട്ട് എഴുതണമെന്നൊരു ചിന്ത വന്നു. പ്രിയമുള്ളവർ, വളരെ പെട്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രേരണ തരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ടീമിലുണ്ടായിരുന്ന ഒരു ബ്രദർ ഒരു പേനയും പേപ്പറും എടുത്ത് ഈ പാട്ടങ്ങ് എഴുതാൻ തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ പറയാം നിങ്ങളുടെ, എനിക്ക് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്, ഒരു 5 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതി അതിൻ്റെ മ്യൂസിക് ഇട്ട് അത് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അവൻ നമ്മുടെ സഹായകനായിട്ട് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്യുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിളിച്ച്, നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോകും, ഉദാഹരണമായിട്ട് പറയാം, ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുകയാണ്, പരിശുദ്ധാത്മാവേ ഈ ഡ്രസ്സ് ഞാൻ എടുക്കട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കേ. ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഗ്രേസ് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള, ഒരു 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആലോചിച്ചു, ഒരു 5 മണിക്കൂർ കൊണ്ട് പലരും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഞങ്ങളൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ്. പക്ഷേ പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതി അത് ട്യൂൺ ചെയ്യാനും അത് അന്ന് തന്നെ ആ ധ്യാന സെൻറ്ററിലെ സൗണ്ട് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യാനും ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാട്ടാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വർഷിപ്പിനോട് നമ്മൾ പാടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ പാട്ട് വളരെ അഭിഷേകമുള്ള ഒരു പാട്ടാണ്. കാരണം പരിശുദ്ധാത്മാവ് തന്ന പാട്ടാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു ഫ്ലോറിൽ നമ്മൾ ധ്യാനത്തിനല്ലാതെ ഒരു ഫ്ലോറിൽ പാടുന്നത്. അപ്പോൾ നിങ്ങളും ഈ പാട്ടിന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയാൻ പറ്റുന്നത്. നമ്മൾ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി കടന്നു വരും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അപ്പോസ്തല പ്രവർത്തനം. നമ്മൾ 1-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയവും മറ്റു സ്ത്രീകളും സഹോദരന്മാരും ശിഷ്യന്മാരും, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, പെന്തക്കോസ്ത ദിവസം ശിഷ്യന്മാരെല്ലാവരും, ഈ പറയുന്ന സമൂഹം 121ഓളം പേര് വരുന്ന സമൂഹം ഒരുമിച്ചിരുന്ന് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ആത്മാവിൻ്റെ ഗ്രേസ് കടന്നു വന്നു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാർ അവിടെ ആത്മാവിൻ്റെ ഗ്രേസ് കടന്നു വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു.
ലോകത്തെ തലകീഴായി മറിക്കുവാനുള്ള ഒരു അഭിഷേകം അവരിലേക്ക് കടന്നു വന്നു. പ്രത്യേകിച്ച് ഏകദേശം 18ഓളം ഭാഷയിലുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ മേൽ താങ്കളുടെ ഭാഷയിൽ കേൾക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് അവരിലൂടെ സംസാരിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ ആത്മാവിനെ വേണ്ടി നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഈ സമയം പൂർണ്ണമായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ഒരു ഗ്രേസ് ഈ സമൂഹത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൽ, ഇവിടെ ഈ ശുശ്രൂഷ കാണുന്നവരുടെ കുടുംബങ്ങളുടെ മേൽ, ഫോണിലൂടെ കാണുന്നവരുടെ മേലെല്ലാം ആത്മാവിൻ്റെ ഗ്രേസ് ഈ സമയം കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കുക. ഈ സമയം നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നിന്ന് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞേ. ചാരം മൂടിക്കിടക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവിനൊന്ന് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് തൂത്തെടുത്ത്, എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നാവുകൾ അധരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാവിനെയാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് ആ ഒരു ചിന്ത, ആ ഒരു രൂപം ഈ സമയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ വിളിച്ച് പ്രാർത്ഥിക്കാമായി. പരിശുദ്ധാത്മാവെ എന്ന് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ദാഹത്തോടെ വിളിക്കാമോ? ആരൊക്കെ ദാഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കാമോ? അവരിലേക്കൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് ശക്തി ഈ നിമിഷം കടന്നു വരും. പരിശുദ്ധാത്മാവെ കരങ്ങളുയർത്തി വിളിക്കാമോ? പരിശുദ്ധാത്മാവെ കരങ്ങളടിച്ച് വിളിച്ച് കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്കും അടിച്ചുകൊണ്ട് ആടി പാടി ആത്മാവിന് വലിയൊരു കൃപ, ആത്മാവിന് വലിയൊരു ഗ്രേസ് ഈ സമൂഹത്തിന് മേൽ, ഈ ശുശ്രൂഷ കാണുന്ന ഓരോ മക്കളുടെ മേലും ഈ നിമിഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ച് ഓ ആത്മാവേ ഒന്ന് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ ചേർന്ന് പാടാം. റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ താതന്റെ വാഗ്ദാനമേ ത്രിത്വത്തിൽ മൂന്നാമേ സഹായകനേ പരിശുദ്ധാത്മാവേ ചേർന്ന് പാടാമോ? നിത്യസഹായകനേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ ശക്തമായ കരങ്ങൾ അടിച്ച് എല്ലാ മക്കളും റൂഹായേ റൂഹായേ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തേ. റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ വണങ്ങിടുന്നു ഞങ്ങൾ സ്തുതിച്ചിടുന്നു ആനന്ദഘോഷത്തോട് ആരാധിക്കുന്നു ആർത്തിടുന്നു ഞങ്ങൾ ഘോഷിക്കുന്നു സർവം മറന്നു പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേൽ നിറയട്ടെ. ആത്മാവിന്റെ വലിയൊരു ശക്തി ഈ നിമിഷം വ്യാപരിക്കട്ടെ. 1 രാജാക്കന്മാർ 19:10 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ആത്മാവിന്റെ ഒരു ജ്വലനം, ഒരു തീഷ്ണത ഈ സമൂഹത്തിന് മേൽ നിറയട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ സ്നേഹജ്വാലയാമിൻ പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകും ജീവൻ നൽകും റൂഹായേ ചേർന്ന് പാടി. സ്വർഗം വരെയും എന്നെ വഴി നടത്താ കൂടെ വന്നു നീ എന്നിൽ വസിച്ചിടണേ. കരങ്ങൾ ഉയർത്തി അടിക്കാമോ? റൂഹായേ റൂഹായേ
പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ ചേർന്ന് പാടി. റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ താഴ്ത്തി രണ്ട് വശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് വെള്ളത്തിന് മേൽ ചലിച്ച പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി 1:2, ജ്ഞാനം 1:7. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. വെള്ളത്തിന് മേൽ ചലിച്ച പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിന് വലിയൊരു അഭിഷേകം, ഒരു അനോയിന്റിങ് ഈ സമൂഹത്തിന് മേൽ നിറയട്ടെ, ലോകം മുഴുവനും നിറയട്ടെ, ഓരോ വ്യക്തികളിലേക്കും നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങളും ഉയർത്തി ഒറ്റ വിളി വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ശക്തമായി ആത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. വെള്ളത്തിന്മേൽ ചലിച്ചൊരു പരിശുദ്ധാത്മാവേ, അസ്ഥികൾക്കു ജീവൻ നൽകിയ റൂഹായേ. വചനമയമ്മയിൽ നിറഞ്ഞതുപോ ഞങ്ങളിലും വന്നു നീ നിറയണമേ. കരങ്ങൾ ഉയർത്തി അടിച്ച് റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ താഴ്ത്തി അടിച്ച് കണ്ണുകളൊക്കെ തുറന്ന് ഈശോയെ മാത്രം നോക്കുക. ആത്മാവിന്റെ വലിയൊരു ഗ്രേസിന് വേണ്ടി എല്ലാ മക്കളും ഈ സമയം ആഗ്രഹിക്കുക. ഈശോയോട് പറയുക, ഈശോയെ നിന്റെ ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ, എനിക്ക് കൃപ തരണമേ. അപ്പോസ്തലപ്രവർത്തനം 4:30 വചനം പറയുന്നു, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഒരു അഭിഷേകത്തിനോട് എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ഗ്ലോറി. ആത്മാവേ, അത്ഭുതങ്ങൾ മാനസാന്തരടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചിടാം. പറന്നിറങ്ങണമേ എന്റെ റൂഹായേ, ദൈവരാജ്യവേലയ്ക്കായി എന്നെ ഒരുക്കണമേ. ചേർന്ന് പാടാമോ? കരങ്ങൾ ഉയർത്തി അടിച്ച് റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ താഴ്ത്തി അടിച്ച് കണ്ണുകൾ അടച്ച് എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് ശക്തമായ കരങ്ങൾ അടിച്ച് സഹായകനേ പരിശുദ്ധാത്മാവേ നിത്യസഹായകനേ പരിശുദ്ധാത്മാവേ. ശക്തമായ കരങ്ങൾ അടിച്ച് റൂഹായേ റൂഹായേ എല്ലാവരും ചേർന്ന് പാടാമോ? റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ചു പാടാമോ? ആവർത്തിച്ച് പാടാം. റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. റൂഹായേ റൂഹായേ ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കണ്ണുകൾ അടച്ച് ശക്തമായി പാടാമോ? പരിശുദ്ധാത്മാവേ റൂഹായേ റൂഹായേ 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 പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും ഉയർത്തിയൊന്ന് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഓ പരിശുദ്ധാത്മാവേ, ശലബാരിയ ലബഹബറബ ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ കൃപകൾ ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഒഴുകട്ടെ, വരങ്ങൾ ഒഴുകട്ടെ, ദാനങ്ങൾ ഒഴുകട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹിച്ച മക്കളെ, പ്രാർത്ഥിച്ച മക്കളെ ശക്തിയോടെ പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളൊക്കെ അടയ്ക്കുക. അത് ആത്മാവിൻ്റെ വലിയൊരു പ്രസൻസ്, വലിയൊരു ഫീൽ ഈ സമയം ഓരോ മക്കളും അനുഭവപ്പെടുകയാണ്. അത് ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷമാണിത്. വിലാപം 1:13 പറയുന്നു, ഉന്നതത്തിൽ നിന്നും അവിടുന്ന് അഗ്നി അയച്ചു, എൻ്റെ അസ്ഥികളിലേക്ക് അത് ചൊരിഞ്ഞു. ആത്മാവിൻ്റെ തീ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഈ നിമിഷം നിറയട്ടെ. ഓരോ മക്കളും ഈ സമയം ആഗ്രഹിക്കുക, ആത്മാവിൻ്റെ തീ, സഹീൻ മാളിയിൽ ഇറങ്ങിയ തീ, ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ തീ, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവിൻ്റെ ഗ്രേസ് ഈ സമയം നിറയട്ടെ. ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ കണ്ണ് കടച്ചുകൊണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവേ നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കും, ഞാനും എൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമേ. ഈ സമയം നിൻ്റെ ഉള്ളിൽ ഇതാ പരിശുദ്ധാത്മാവിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിനെ മാത്രം വിളിക്കുക, വലിയൊരു ഫീലിനോടുകൂടി നീ വിളിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ആത്മാവിൻ്റെ ഒരു തീ, ആത്മാവിൻ്റെ ഒരു തീ, പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനുള്ള ആത്മാവിൻ്റെ ഒരു പുത്തൻ ഒരു അഭിഷേകത്തിന് ഇവിടെ ആഗ്രഹിച്ചേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് മാത്രം വിളിക്കുക. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. വലിയൊരു നിറവ്, ആത്മാവിൻ്റെ വലിയൊരു നിറവ്, ആത്മാവിൻ്റെ വലിയൊരു ജ്വലനം, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവിൻ്റെ ഒരു അഭിഷേകം, 12 അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ഒരു അഭിഷേകം, സകല വിശുദ്ധരിൽ നിറഞ്ഞ ഒരു അഭിഷേകം, സകല രക്തസാക്ഷികളിൽ നിറഞ്ഞ ഒരു അഭിഷേകം, പൗലോസ്ലിഹായിൽ നിറഞ്ഞ ഒരു അഭിഷേകം, സകല വിശുദ്ധരിലും സകല രക്തസാക്ഷികളിലും നിറഞ്ഞ ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ എനിക്കും വേണം. ഈശോയെ, നിന്റെ ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളും ഒന്ന് പാടാമോ? രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് പാടാമോ? രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് പാടാമോ?
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ? പരിപൂർണ നിശബ്ദതയിൽ, ശാന്തതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്ന സമയമാണിത്. നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ആത്മാവിൻ്റെ വലിയൊരു ഫീൽ, ഒരു അനോയിൻറ്റിങ് ഈ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവേ, വേറെ ഒന്നും നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധാത്മാവേ, ഈ ലോകത്ത് ജീവിക്കുവാനുള്ള വിശുദ്ധി, പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് എത്തുന്നതുവരെ ഈശോയ്ക്ക് ഒരു പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗം വരെ നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് സഹായത്തിന് വിളിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, സ്വർഗം വരെയും എന്നെ വഴി നടത്താൻ ഗ്ലോറി, കൂടെ വന്നു നീ എന്നിൽ വസിച്ചിടണേ. ആത്മാവേ, സ്വർഗം വരെയും എന്നെ വഴി നടത്താൻ പരിശുദ്ധാത്മാവേ, കൂടെ വന്നു നീ എന്നിൽ വസിച്ചിടണേ. പരിശുദ്ധാത്മാവേ എന്ന് മാത്രം വിളിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ആത്മാവേ, ടച്ച്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, സ്വർഗം വരെയും എന്നെ വഴി നടത്താൻ കൂടെ വന്നു നീ എന്നിൽ വസിച്ചിടണേ. പരിശുദ്ധാത്മാവേ, സ്വർഗം വരെയും എന്നെ വഴി നടത്താൻ കൂടെ വന്നു നീ എന്നിൽ വസിച്ചിടണേ. ഓ പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ആത്മാവിൻ്റെ വലിയൊരു ഫീൽ, ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം ഈ മണിക്കൂറുകളിൽ ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു. ദ ഹോളി സ്പിരിറ്റ്, താങ്ക് യു. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ്, Holy Spirit, thanks to Holy Spirit. കണ്ണുകളൊക്കെ ഒന്ന് തുറന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ അനുഗ്രഹിച്ച നന്ദി പറഞ്ഞ പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. നമ്മളെ തൊട്ട് നമ്മളെ ഒരു പുതിയ ഒരു അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് നമ്മളെ നയിച്ച പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ സ്വർഗം വരെ എത്തുന്നത് വരെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല എന്ന് വലിയൊരു തീരുമാനം നമുക്കെടുക്കാം. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.